നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ സീസണിൽ സാബി അലോൺസോക്ക് കീഴിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രകടനമായിരുന്നു ജർമ്മൻ ക്ലബ്ബായ ബയർ ലെവർക്യൂസൻ നടത്തിയിരുന്നത്. ഒരു വലിയ അപരാജിത കുതിപ്പ് നടത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. ബൂണ്ടസ്ലിഗ കിരീടം അവർ നേടിയിരുന്നു. വേറെയും കിരീടങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത താരങ്ങളിൽ ഒരാൾ ജർമ്മൻ യുവ സൂപ്പർ താരമായ ഫ്ലോറിയാൻ വിഡ്സാണ്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ 18 ഗോളുകളും 20 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച പ്രകടനം അദ്ദേഹം കഴിഞ്ഞ സീസണിൽ നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. ക്ലബ്ബുമായി 2027 വരെയാണ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി 2 വമ്പൻ ക്ലബ്ബുകൾ രംഗത്ത് വന്നു കഴിഞ്ഞു. അത് മറ്റാരുമല്ല, ഒന്ന് ബയേൺ മ്യൂണിക്കാണ്. വരുന്ന സമ്മറിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വലിയ ഒരു ശ്രമങ്ങൾ ബയേൺ മ്യൂണിക്ക് നടത്തും എന്നാണ് ജർമ്മൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ 125 മില്യൺ പൗണ്ടാണ് വിഡ്സിൻ്റെ വാല്യൂ. പക്ഷേ അടുത്ത സമ്മറിൽ അദ്ദേഹത്തെ 83 മില്യൺ പൗണ്ടിന് ലഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ വിഡ്സിനെ സ്വന്തമാക്കുക എന്നത് ബയേണിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള ഒരു കാര്യമാവില്ല. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന് വലിയ താല്പര്യമുള്ള താരമാണ് വിഡ്സ്. വരുന്ന സമ്മറിൽ വിഡ്സിന് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തും എന്നുള്ളത് കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. കാർലോ ആഞ്ചലോട്ടിക്ക് വളരെയധികം താല്പര്യമുള്ള ഒരു താരം കൂടിയാണ് വിഡ്സ്. ചുരുക്കത്തിൽ വരുന്ന സമ്മറിൽ ബയേണും റയൽ മാഡ്രിഡും തമ്മിലുള്ള ഒരു പോരാട്ടം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ബയർ ലെവർക്യൂസൻ വിടാൻ തയ്യാറാകുമോ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. 2020 FC കോളിൽ നിന്നും ഇദ്ദേഹം ബയർ ലെവർക്യൂസനിൽ എത്തിയിരുന്നത്. ഈ സീസണിൽ 6 ഗോളുകളും 1 അസിസ്റ്റും വിഡ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. 7 മത്സരങ്ങളിൽ നിന്നാണ് 7 ഗോൾ പങ്കാളിത്തങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. ഏതായാലും കൂടുതൽ ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വരും എന്ന കാര്യത്തിലും സംശയങ്ങൾ ഒന്നുമില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.